നമസ്കാരം, സുനോജ് കുര്യനാണ്. വീണ്ടും ഗ്രീൻ മുബാസറയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഇന്നും ഒരു വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം 2026 മോഡൽ ഷെവർലെ ഗ്രൂവ് ആണ്. നമുക്ക് ഈ ഒരു 2026 മോഡൽ ഷെവർലെ ഗ്രൂവ് ടെസ്റ്റ് ഡ്രൈവിനും റിവ്യൂവിനുമായി തന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അലൈനിലെ ഷെവർലയുടെ ഷോറൂമായ ബിൻഹമൂദ ഓട്ടോയാണ്. നിങ്ങൾക്ക് ഷെവർലയുടെ ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ എടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അലൈൻ ബിൻഹമൂദ ഓട്ടോയുടെ മാനേജറായ മിസ്റ്റർ മുഹമ്മദിന്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഷെവർലെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഗൈഡൻസുകളും മിസ്റ്റർ മുഹമ്മദ് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ 2026 മോഡൽ ഷെവർലെ ഗ്രൂവ് RSന്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂയിലേക്ക് പോവാം. അപ്പോഴേ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. ഈ കാണുന്നതാണ് 2026 മോഡൽ ഷെവർലെ ഗ്രൂവ്. നമ്മൾ ശരിക്കും 2025 മോഡൽ ഷെവർലെ ഗ്രൂവിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഷോറൂമിനുള്ളിൽ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് 2026 മോഡൽ ഷെവർലെ ഗ്രൂവ് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിനായി തന്നിരിക്കുന്നത് അലൈനിലെ ഷെവർലയുടെ ഷോറൂമായ ബിൻഹമൂദ ഓട്ടോയാണ്. നിങ്ങൾക്ക് ഷെവർലയുടെ ഏത് വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിലും ഞാൻ അലൈൻ ബിൻഹമൂദ ഓട്ടോയുടെ മാനേജറായ മിസ്റ്റർ മുഹമ്മദിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിസ്റ്റർ മുഹമ്മദിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായി കിട്ടിയിരിക്കുന്നത് ഷെവർലെ ഗ്രൂവിൻ്റെ RS എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഷെവർലെ ഗ്രൂവിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2026 ഷെവർലെ ഗ്രൂവിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു വാഹനമാണിത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും LED DRLൊക്കെയുള്ള നല്ലൊരു ഹെഡ്ലൈറ്റാണ് ഇതിന് വന്നേക്കുന്നത്. അതേസമയം ഇതിൻ്റെ ബേസ് മോഡലായ LTയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അത് ഹാലജൻ ഹെഡ്ലാമ്പുകളായിട്ട് മാറും. ഗ്രില്ലിൻ്റെ മധ്യഭാഗത്തായി ഷെവർലയുടെ എംബ്ലം നല്ല മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല കാർബൺ ഫൈബർ ഫിനിഷുള്ള ഒരു എലമെൻ്റ് ആണ് ഈ ഒരു ബമ്പറിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 4220 മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ നീളം വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഹൈറ്റ് 1614 മില്ലിമീറ്റർ ആണ്. പിന്നെ വീൽ ബേസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 2550 മില്ലിമീറ്റർ ആണ് ഈ ഒരു ഷെവർലെ ഗ്രൂവിന്റെ വീൽ ബേസ് വരുന്നത്. നല്ല ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു മിററാണ്, സൈഡ് മിററൊക്കെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ ഒരു മിററിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഈ ഒരു സൈഡിൽ റൂഫ് റെയിൽ കാണാം. ഞാൻ മുന്നേ സ്പാർക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റൂഫ് റെയിലിൽ നമുക്ക് ലോഡൊന്നും കയറ്റാൻ പറ്റത്തില്ല. വെയിറ്റ് താങ്ങാനുള്ള ശേഷി ഈ ഒരു റൂഫ് റെയിലിനില്ല. ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്ന റൂഫ് റെയിലാണ്. അപ്പോൾ അങ്ങനെ റൂഫ് റെയിലിന് നേരെ താഴെയായി വിൻഡോ ഗ്ലാസിനൊക്കെ താഴെയായിട്ട് നമുക്ക് നല്ലൊരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. ശരിക്കും ഈ ഒരു ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും ഇടയിൽ വന്നേക്കുന്ന ഈ ഒരു ക്രോം ഫിനിഷ് വണ്ടിയുടെ മാറ്റ് കൂട്ടുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീട് വീണ്ടും താഴെ വന്നു കഴിയുമ്പോൾ ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു ബോഡി കളേർഡ് ഡോർ ഹാൻഡിലിൻ്റെ മധ്യഭാഗത്തായി വീണ്ടും ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്ക് കാണുവാനുള്ളത്. വീണ്ടും താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു ഗ്രൂവിൻ്റെ ബാഡ്ജിങ് കാണാം. ഈ ഒരു റെഡ് കളറിൽ ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ഗ്രൂവിൻ്റെ ബാഡ്ജിങ് കാണാനും പ്രത്യേകതരം ഭംഗി തന്നെയാണ്. പിന്നീട് നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഡോറിൻ്റെ ഒക്കെ താഴെ വശത്തായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ്, ആ ക്ലാഡിങ്ങിൻ്റെയും ഈ കാണുന്ന ഒരു റെഡ് കളറിൻ്റെയും ഇടയിലായിട്ട് വീണ്ടും ഒരു കാർബൺ ഫൈബർ എലമെൻറ്റിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു വണ്ടിക്ക് എടുത്തു പറയേണ്ട ഒരു ഭംഗി തന്നെയാണ് നൽകിയിരിക്കുന്നത്. 17 ഇഞ്ചിൻ്റെ ഡ്യുവൽ ടോൺ കളറിലുള്ള ഒരു അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ കറുപ്പിൽ ഒരു സിൽവർ കളർ വന്നു കഴിയുമ്പോഴത്തേനും ഈ കാണുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഇനി വേറൊരു കാര്യം, ഈ ഒരു ഡോറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഡോർ ഏകദേശം 90 ഡിഗ്രി വരെ ഓപ്പൺ ആക്കാൻ പറ്റും. നമുക്ക് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറുവാൻ സാധിക്കും. നമ്മൾ ഇനി പുറകുവശത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 1740 മില്ലിമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ഒരു ഹൈറ്റ്. പുറകുവശത്ത് മുകളിലായി നമുക്ക് ഷാർക്ക് ആന്റിന കാണാം. ഷാർക്ക് ആന്റിനയുടെ നേരെ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ സ്പോയിലറിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമുക്കൊരു ബ്രേക്ക് ലൈറ്റും കൊടുത്തിരിക്കുന്നത് കാണാം.
പിന്നെ ബാക്ക് ഗ്ലാസ്സിൽ ഡീഫോഗർ ഉണ്ട്. അതുപോലെ തന്നെ റിയർ വൈപ്പറുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. റിയർ വൈപ്പറിന്റെ താഴെയായിട്ട് മധ്യഭാഗത്തായിട്ട് നമുക്ക് ഷെവർലെയുടെ എംബ്ലം കൊടുത്തിരിക്കുന്നത് കാണാം. നല്ലൊരു ക്രോം ബോർഡറിൽ നടുക്കായിട്ട് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഈ എംബ്ലം കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്പർ പ്ലേറ്റിന്റെ പൊസിഷന്റെ മേളിലായിട്ട് മധ്യത്തിലായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാം. ടെയിൽ ലാമ്പുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കാണാൻ എടുത്തു പറയേണ്ട ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പുകൾക്കുള്ളത്. ലെഫ്റ്റ് സൈഡിലെ ടെയിൽ ലാമ്പിന് താഴെയായിട്ട് ഈ RSന്റെ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു RSന്റെ ബാഡ്ജിന് മാറ്റി കൂട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോർഡറിൽ ഒരു റെഡ് കളർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് കാണുവാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നീട് നേരെ താഴെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൈഡിലും ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സൈഡിൽ എടുത്തു പറയേണ്ട കാര്യമാണ്, ഇവിടെയും ഒരു കാർബൺ ഫൈബർ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാർബൺ ഫൈബർ എലമെന്റിന്റെ താഴെയായി ഈ കാണുന്ന ഒരു റെഡ് ലൈൻ കണ്ടോ, ഈ ഒരു ക്ലാഡിങ്ങിൽ ഈ ഒരു റെഡ് ലൈൻ കാണുന്നതും പ്രത്യേക ഭംഗി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ക്ലാഡിങ്ങിന് ഇടയ്ക്കായിട്ടും ഈ ഒരു റെഡ് ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു വാഹനത്തിന് പുറകിൽ നിന്ന് കാണുമ്പോഴുള്ള ഭംഗി കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ഗ്രൂവിൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നീട് നമ്മൾ നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വന്നപ്പോഴത്തേനും പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഈ കാണുന്ന ഫോഗ് ലൈറ്റുകൾ, മിഡിലായിട്ടാണ് ഈ ഒരു ഫോഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഒരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സൊക്കെ എടുക്കുമ്പോഴത്തേനും നല്ല കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യമാണ്, 2 എക്സോസ്റ്റുകൾ ഈ ഒരു വാഹനത്തിനുണ്ട്. രണ്ടും ഫങ്ഷനിങ് ആയിട്ടുള്ള എക്സോസ്റ്റുകളാണ്. ഇതിങ്ങനെ മാനുവലി മേളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ഗേറ്റുകളാണ് ഈ ഒരു ഷെവർലെ ഗ്രൂവിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഏതാണ്ട് 320 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ബാക്ക് സീറ്റുകൾ മടക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1120 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ലതുപോലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാനും സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷെവർലെ ഗ്രൂവിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തോട്ട് വരാം. ഇന്റീരിയറിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാനപ്പോൾ പുറത്ത് നിന്നപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെവർലെ ഗ്രൂവിൻ്റെ RS എന്ന വേരിയൻ്റ് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഈ ഒരു വാഹനത്തിന് സൺറൂഫ് ഉണ്ട്. നമ്മൾ സൺറൂഫ് ഇപ്പം ഓപ്പൺ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു സൺറൂഫ്, കൊള്ളാം, നല്ല ഒരു സൺറൂഫാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. സ്റ്റിയറിംഗിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ കൺട്രോളുകൾ കാണാം. അതുപോലെ തന്നെ ടെലിഫോൺ കണക്ടിവിറ്റിയുടെ കൺട്രോളുകൾ കാണാം. സ്റ്റിയറിംഗിന്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ഷെവർലെയുടെ എംബ്ലം കാണാം. അതും ഒരു ക്രോം ബോർഡറിൽ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റിയറിംഗിന്റെ സെൻട്രൽ ഭാഗം ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഇത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. നമുക്കിവിടെ സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മ്യൂസിക് സിസ്റ്റത്തിന്റെ വോളിയം കൺട്രോളുകളൊക്കെ കാണാം. ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തെ പറ്റി പറയുമ്പോഴത്തേനും 6 സ്പീക്കറുകളുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഷെവർലെ ഗ്രൂവിന് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് ഈ കാണുന്നതാണ് ഒരു 10.25 ഇഞ്ച് വരുന്ന ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കണക്ടിവിറ്റിയും ഒക്കെയുള്ള ഈ ഒരു ഷെവർലെ ഗ്രൂവിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇതിനകത്ത് നമുക്ക് കാണുമ്പോഴത്തേനും ഇതാണ് ഒരു ഹോം സ്ക്രീൻ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് പലവിധ കൺട്രോളുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്ലൈമറ്റ് കൺട്രോളുകൾ, വെഹിക്കിളിന്റെ സ്റ്റെബിലിറ്റി കൺട്രോളുകൾ, ഫോണിന്റെ കണക്ടിവിറ്റി, ഓഡിയോ കണക്ടിവിറ്റി എല്ലാം നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൂടെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ നേരെ താഴെയായിട്ട് നമുക്ക് AC-യുടെ വെന്റുകൾ കാണാം. നല്ല മനോഹരമായ രീതിയിലാണ് ഈ ഒരു AC വെന്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് നല്ലൊരു ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ലെതർ ഫിനിഷിൽ ഒരു റെഡ് നൂല് കൊണ്ടുള്ള സ്റ്റിച്ചിങ്ങുകൾ നമുക്ക് കാണാം. ഇതൊക്കെ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിന്റെ ഭംഗി കൂട്ടുന്നുണ്ട്. നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 2 USB പോർട്ടുകൾ കാണാം. ഒന്ന് C ടൈപ്പ് USB പോർട്ടാണ്. ഇത് ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അടുത്തത് വന്നിട്ടുള്ള USB പോർട്ട് നമ്മുടെ സാധാരണ നോർമൽ USB പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇവിടെ നമുക്ക് ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കാണാം. നേരെ വന്നു കഴിയുമ്പം അടുത്തത് നമ്മുടെ ഗിയർ ലിവറുകളാണ്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ നേരെ പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്റ്റിയറിംഗിന്റെ നേരെ താഴെ സൈഡിലായിട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണുള്ളത്. ഈ ഒരു വാഹനം പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 6 വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് ഡ്രൈവിംഗ് സീറ്റാണ് നമുക്ക് ഷെവർലെ ഗ്രൂവിന്റെ ഈ ഒരു മോഡലിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗിയർ ഷിഫ്റ്റിന്റെ ഈ ഒരു കവറിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫിനിഷും വളരെ മനോഹരമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫോൺ പോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ സ്പാർക്ക് EUV-യിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ഒരു ഗ്രൂവിന്റെ റിയർ വ്യൂ മിററിന്റെ പുറകിലായിട്ടും ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഈ ഒരു ഡാഷ് ക്യാം ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു USB പോർട്ടിൽ നിന്നും കണക്ഷൻ എടുക്കുവാൻ സാധിക്കും. റിയർ വ്യൂ മിററിന്റെ പുറകിലായിട്ട് തന്നെ നമുക്ക് ഡോറിന്റെ ലോക്ക് കൺട്രോളുകൾ കാണാം, SOS കാണാം, ലൈറ്റിന്റെ ഇൻഡോർ ലൈറ്റിന്റെ കൺട്രോളുകൾ കാണാം. ഇതാണ് നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചുകൾ. അപ്പോൾ അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ സൺറൂഫ്. അങ്ങനെ നമ്മൾ സൺറൂഫ് തുറന്നു. ചെറിയൊരു സൺറൂഫാണ്. സൺറൂഫ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും കൊള്ളാം. നല്ലൊരു സൺറൂഫ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഷെവർലെ ഗ്രൂവിന്റെ RS മോഡൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലെതർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ലെതർ സീറ്റിന്റെ സൈഡിലൂടെ വന്നേക്കുന്ന ആ ഒരു റെഡ് ലൈനിങ് ഒക്കെ ഇതിന്റെ വാഹനത്തിന് വളരെ ഒരു മനോഹാരിത കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഷെവർലെ ഗ്രൂവിന്റെ സേഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ ബേസ് മോഡലായ LS-നും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന RS-നും റിവേഴ്സ് ക്യാമറയുണ്ട്, റിയർ പാർക്കിംഗ് സെൻസറുകളുണ്ട്, അതുപോലെ ക്രൂസ് കൺട്രോളും ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു RS-ലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു RS-ന് 6 എയർ ബാഗുകളാണ് ഉള്ളത്. എന്നാൽ ഇതിന്റെ ബേസ് മോഡലായ LS-ന് വെറും 2 എയർ ബാഗുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ ഒരു RS-ന് സ്റ്റേബിലിറ്റി കൺട്രോൾ സിസ്റ്റവും ABS ബ്രേക്കും ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗും ട്രാഫിക് ജാം അസിസ്റ്റും അതുപോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും ഇന്റലിജൻസ് ഡ്രൈവിംഗ് അസിസ്റ്റും മുതലായ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു RS മോഡലിന് മാത്രം അവൈലബിൾ ആണ്. 1.5 ലിറ്റർ ടർബോ ചാർജഡ് 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. ഈ ഒരു വാഹനത്തിന്റെ പവർ വന്നിട്ട് 145 HP ആണ്. 255 ന്യൂട്ടൺ മീറ്റർ ആണ് ഈ വാഹനത്തിന്റെ ടോർക്ക്. 45 ലിറ്റർ ആണ് ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി. 14.2 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ പെട്രോളിന്റെ വിലയൊക്കെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് തരും. റെഡ്, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് എന്നീ കളറുകളാണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഹൈ എൻഡ് മോഡലായ RS അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ വിലയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 79,000 dirhams ആണ് ഈ ഒരു ഫുൾ ഓപ്ഷൻ RS മോഡലിന് വരുന്നത്. എന്നാൽ സെലക്ട് ചെയ്തിരിക്കുന്ന RS മോഡലിലുള്ള ചില വാഹനങ്ങൾ മാത്രം ഒരു 73,000 dirhamsന് കൊടുക്കുന്നുണ്ട്. അതുപോലെ LS മോഡലിന്റെ വില വരുന്നത് 66,900 dirhams ആണ്. അതിലും സെലക്ട് ചെയ്തിരിക്കുന്ന ചില വാഹനങ്ങൾ മാത്രം 59,900 dirhams ഓഫറിന് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് എന്നീ കളറുകളിലാണ് LS അവൈലബിൾ ആയിട്ടുള്ളത്. ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ് ഈ ഒരു വാഹനം. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം ഷെവർലെ ഗ്രൂവോ അല്ലെങ്കിൽ ഷെവർലയുടെ മറ്റ് ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ അലൈനിലെ ഷെവർലെ ഷോറൂമായ ദിൽഹമൂദ ഓട്ടോയുടെ മാനേജർ മിസ്റ്റർ മുഹമ്മദിന്റെ നമ്പർ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെവർലെ വാഹനങ്ങൾ എടുക്കുന്നതിന് വേണ്ട എല്ലാവിധ ഗൈഡൻസുകളും മിസ്റ്റർ മുഹമ്മദ് തരുന്നതായിരിക്കും. അപ്പോൾ ഷെവർലെ ഗ്രൂവിന്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. യൂട്യൂബിലൂടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.